എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഏറ്റവും മഹാഭാഗ്യവുമായിട്ട് കരുതുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അവിടെ പൊങ്കാല സമയത്ത് ദേവീനെ അവർ സാരി ഉടുപ്പിച്ച് നല്ല സുന്ദരിയാക്കി ഒരുക്കി നിർത്തുന്ന സമയത്ത് അവിടെ ലാസ്റ്റ് പൊങ്കാല കഴിഞ്ഞിട്ട് നറക്കിട്ടിട്ട് ഈ സാരി ഏതെങ്കിലും ഒരു ഭാഗ്യവതിക്ക് കിട്ടും. അപ്പോൾ അന്ന് നറക്കിട്ട് അവർ നറക്കിട്ട ആ പേര് അവർ വന്നില്ല. രണ്ടാമത്തെ തവണ തുളസി ഇട്ടിട്ട് തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, ദേവിക്ക് സരികയ്ക്ക് തരാനാണ് ഇതിൽ തുളസിയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേവി ഉടുത്ത സാരി അതേപോലെ എനിക്ക് അതും ചുവന്ന പട്ടുസാരി എനിക്ക് ലഭിച്ചു. ഇതിൻ്റെ പിന്നു പോലും ദേവിക്ക് കൊടുത്ത അതുപോലെ തന്നെയാണ്. സത്യം പറയണത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ഞാനൊരു താലത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത്, ദിലീപേട്ടൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ചുവന്ന പട്ടുസാരി ആണെങ്കിൽ, കാരണം ഞാനിങ്ങനെ വിൽക്കലാമേള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്, ട്രൂപ്പ് ചിലപ്പതികാരം. അതിൽ നമ്മൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന വേഷം എന്ന് പറഞ്ഞാൽ കണ്ണകിയാണ്. മഹാരാജാവ് തല കൊയ്തിരുന്ന എന്റെ കോമലൻ കള്ളനല്ല. കള്ളനല്ല ഒരു കള്ളൻ. പിന്നെ ഇതാ ഈ ചിലമ്പ് അവന്റെ കയ്യിൽ നിന്ന് പിടികൂടിയതാ. ഈ ചിലമ്പ് ഇതെന്റേതാണ്. എന്റെ അച്ഛൻ എനിക്ക് വിവാഹ നാളിൽ തന്ന മംഗല്യ സമ്മാനമാണ്. അല്ല 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 മഹാരാജാവേ, അങ്ങയുടെ ഭാര്യയുടെ ചിലമ്പിനകത്ത് മുത്തുകളാണ് മുത്തുകൾ. ഈ മംഗല്യ സൗഭാഗ്യമായ ഈ ചിലമ്പിനകത്ത് ആ കണ്ണകി ചെയ്യാൻ വേണ്ടി ഞാൻ ചുവന്ന സാരിയാണ് ഉടുക്കാറ്. അപ്പോൾ ഈ സാരി കിട്ടിയപ്പം ഇത് നമുക്ക് പൊതുസ്ഥലത്ത് ഉടുക്കാൻ പറ്റുമോ, ഇത് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് കണ്ണകി ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റുകാൽ അമ്മ സരിയയ്ക്ക് പ്രസാദമായിട്ട് തന്നതാണ്. അപ്പം ഇനി കണ്ണകി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ, ചിലപ്പതികാരം ചെയ്യുമ്പോൾ ഈ സാരി തന്നെ ഉടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. അതുപോലെ ഇഷ്ടം പോലെ പൊന്നാടകളായിക്കോട്ടെ എല്ലാം അവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ തൊട്ടുള്ള അവരുടെ സ്വീകരണം വളരെ വലുതായിരുന്നു. ഈ മൊമെൻറ്റോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്നും നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ തന്നെ ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ്. അതുപോലെ അവരുടെ ബുക്കിലായിക്കോട്ടെ എല്ലാം. അപ്പം ഒരിക്കൽ കൂടെ അവിടെയുള്ള പൂനെയിലുള്ള എല്ലാ മലയാളികളോടും ഞാൻ അങ്ങേയറ്റം ഇനി എൻ്റെ കരിയറിലുള്ള എല്ലാ സന്തോഷങ്ങളും ഞാൻ അവിടെ അർപ്പിച്ചിട്ടേ അല്ലെങ്കിൽ അവിടെ അറിയിച്ചിട്ടേ ഞാൻ ചെയ്യുകയുള്ളൂ.